ഹലോ ഗൈസ്, ഭ്രാന്തന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അങ്ങനെ എല്ലാ ആഘോഷവും എല്ലാ വരവേൽപ്പും എല്ലാം കഴിഞ്ഞു. അങ്ങനെ സഞ്ജു സാംസൺ തിരിച്ച് ചെന്നൈയിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, വാം വെൽക്കം ഫോർ ചെന്നൈ സൂപ്പർ കിങ്സ്. എന്തുകൊണ്ട് സഞ്ജു സാംസന്റെ ചോയ്സ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ചോയ്സ് ആണ്. ഇതിൽ പരം ചോയ്സ് വേറെ ഇല്ല. ബെസ്റ്റ് ചോയ്സ് ആണ്. കാര്യം എന്തെന്ന് പറഞ്ഞാൽ സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിൽ നിന്നിട്ട് സഞ്ജു സാംസന്റെ മാക്സിമം എഫേർട്ട് എടുത്ത് രാജസ്ഥാനെ ഫൈനൽ വരെ കൊണ്ടെത്തിച്ച്. ഇനിയും ഇത്രയും വർഷം കിടന്ന് കളിച്ചിട്ടും വേണമെങ്കിൽ സഞ്ജു സാംസൺ രാജസ്ഥാനിൽ തന്നെ നിലനിൽക്കായിരുന്നു. എന്നാൽ പോലും ഇപ്പോഴത്തെ ഇന്നത്തെ ഒരു സെനാരിയോ എന്ന് വെച്ചാൽ ട്രെൻഡ് അനുസരിച്ച് നമുക്ക് പെട്ടെന്ന് മാറി നമുക്കൊരു നല്ലൊരു പുതിയൊരു ടീമിലോട്ട് ജോയിൻ ചെയ്യണം. അങ്ങനെയാണ് ഇന്നലെ ഓൾറെഡി എല്ലാം ഒഫീഷ്യലായിട്ട് അനൗൺസ്മെന്റ് ചെയ്തതാണ്. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കൂടെയാണ് സഞ്ജു സാംസൺ കളിക്കുന്നത്. അങ്ങനെ ഇന്നലെ ടീമിൻ്റെ കൂടൊപ്പം ചേർന്നു, നമ്മളെ തല ധോണിക്കൊപ്പം. പക്ഷെ ഇത് ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കി എടുക്കുമെന്ന് 100% ഉറപ്പാണ്. നമുക്ക് പ്രീവിയസ് ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഒരുപാട് പ്ലേയേഴ്സ് എന്ന് വെച്ചാൽ പുറത്ത് ടീമിൽ നിന്ന് കളിച്ച ഒരുപാട് പ്ലേയേഴ്സ്. പക്ഷെ ചെന്നൈ സൂപ്പർ കിങ്സിൽ വരുമ്പോഴത്തേക്ക് ഒന്ന് ബ്രാൻഡാവും. രണ്ടാമത്തെ കാര്യം, അവരെ പ്ലേയിങ് അവന് മുമ്പ് കളിച്ച IPL ടീമിൽ നിന്നും വ്യത്യസ്തമായി എന്തായിരുന്നാലും ഒരു ഇമ്പ്രൂവ്മെന്റ് കാണാൻ കഴിയും. അതിനൊരു ഉദാഹരണമാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഉദാഹരണം ഞാൻ പറയാം. നമുക്ക് റോബിൻ ഉത്തപ്പ രാജസ്ഥാൻ റോയൽസിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജസ്ഥാൻ റോയൽസിൽ ഭയങ്കര സംഭവമായിട്ടൊന്നും മികച്ച പെർഫോമൻസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. പുള്ളി ചെയ്യണ എഫർട്ട് എല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ പുള്ളി കൂറുമാറി ചെന്നൈ സൂപ്പർ കിങ്സിൽ വന്നപ്പോഴേക്ക് പുള്ളിയുടെ റേഞ്ച് മാറി. പുള്ളിയുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അപാര പെർഫോമൻസ് ഒന്നും രക്ഷയില്ല. കിഡിലം പെർഫോമൻസ് ആണ്. കിഡിലം എന്ന് പറഞ്ഞാൽ അടിപൊളി. അതാണ് ഇപ്പം ഒരു കൂറുമാറി ചെന്നൈയിലോട്ട് വരുമ്പോഴത്തേക്കുള്ള ഒരു ട്രെൻഡ് സെറ്റ്. അതൊരു ഭയങ്കര സംഭവമാണ് കേട്ടോ. ഫസ്റ്റ് ചോയ്സ് റോബിൻ ഉത്തപ്പ ഞാൻ പറഞ്ഞു. സെക്കൻഡ് ഞാൻ പറഞ്ഞു അജിങ്ക്യ രഹാന നമ്മുടെ രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനായിരുന്നു. പിന്നെ അതിൽ നിന്നൊക്കെ മാറിയിട്ട് നേരെ തിരിച്ച് ചെന്നൈ സൂപ്പർ കിങ്സിലോട്ട് അജിങ്ക്യ രഹാന വന്നു. വല്ലാത്ത മാറ്റമായിരുന്നു. എന്ത് ബാറ്റിംഗ് ശൈലിയായിരുന്നു. പുള്ളിയുടെ ബാറ്റിംഗ് ശൈലിയുടെ മാറ്റം കൊണ്ട് ഞാൻ അന്തം വിട്ടു. ഈ ചെന്നൈ സൂപ്പർ കിങ്സിൽ മാറി വന്ന പ്ലേയേഴ്സ് അപാര ബാറ്റിംഗ് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ബാറ്റിംഗ് ഓപ്പണിംഗ് സ്പോട്ടിൽ രഹാന ഇറങ്ങിയിട്ട് കളിച്ച കളിയൊക്കെ കണ്ടിട്ട് എന്റെ കണ്ണ് തള്ളിയിട്ട്. ആ കളി രാജസ്ഥാൻ റോയൽസിൽ കളിച്ചിട്ടില്ല രഹാന. അമ്മാര് കളിയായിരുന്നു ഈ ചെന്നൈ സൂപ്പർ കിങ്സിൽ. ഒടുക്കത്തെ കളി അടുത്ത ഇത് മൂന്നാമത്തെ ശിവൻ തുമ്പെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോയൽ ചലഞ്ചേഴ്സിൽ അവിടെ ഇവിടെയൊക്കെ കിടന്ന് അങ്ങനെ അടിക്കുന്നുണ്ടായിരുന്നു പുള്ളി. പക്ഷെ പുള്ളിക്ക് ഒരു സ്ട്രോങ് ടീം പെർഫോമൻസ് കിട്ടിയെന്ന് ഞാൻ 100% പറയാം. ചെന്നൈ സൂപ്പർ കിങ്സിൽ വന്നതിനാണ്. ശിവൻ തുമ്പെ ചെന്നൈ സൂപ്പർ കിങ്സിൽ വന്ന് പുള്ളിയുടെ ഫോർമാറ്റിലും പുള്ളിയുടെ ബാറ്റിംഗ് ശൈലിയിലും പുള്ളിയുടെ അറ്റ്മോസ്ഫിയറിലും പുള്ളിയുടെ മൊത്തത്തിൽ ഒരു മാറ്റം ഉണ്ടായി. മൊത്തത്തിലൊന്ന് ശിവൻ തുമ്പെ ഈ 2020 വേൾഡ് കപ്പിന് യോഗ്യത നേടിയതേ സത്യം പറഞ്ഞ ആ ചെന്നൈ സൂപ്പർ കിങ്സിലെ ബാറ്റിംഗ് ആണ്. പുള്ളിയുടെ ബാറ്റിംഗ് എന്ന് പറഞ്ഞാൽ രാജസ്ഥാൻ റോയൽസിൽ നിന്നിട്ട് പോലും പുള്ളി അത്ര ചെയ്തില്ല. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൽ നിന്നിട്ട് പോലും പുള്ളി അത്രയും പെർഫോം ചെയ്തില്ല. പക്ഷെ തിരിച്ച് ചെന്നൈ സൂപ്പർ കിങ്സിലോട്ട് വന്നപ്പോഴത്തേക്കും പുള്ളിയുടെ റേഞ്ച് അങ്ങ് മാറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഒടുക്കത്തെ ബാറ്റിംഗ് ഒടുക്കത്തെ ചെന്നൈ സൂപ്പർ കിങ്സ് വീശലോടെ അടി. അത് ഒരു ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മാത്രം ഒരു എഫക്ട്സ് ആണ് കേട്ടോ. സത്യം, ഞാൻ പല പ്ലേയേഴ്സിനെ കണ്ടിട്ട് പല ടീമിൽ നിന്ന് കളിച്ച് ചെന്നൈയിൽ വരുമ്പോഴത്തേക്കും അപാര പെർഫോമൻസ് ആണ്. അതേപോലെ സഞ്ജു സാംസന്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ ചെന്നൈ സൂപ്പർ കിങ്സിൽ വന്നവരെല്ലാവരും അപാര ഫോമിൽ തിരിച്ച് ടീമിലേക്ക് പോകും, ഇന്ത്യൻ ടീമിലേക്ക് പോകും. അത് 100%. എന്തായാലും സഞ്ജു സാംസൺ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടാണ് ഇപ്പം IPL കളിക്കാൻ വന്നത്. പക്ഷെ ഇതൊരു ടേണിംഗ് പോയിന്റ്. സഞ്ജു സാംസൺ 5 വർഷത്തെ ഇനിയുള്ള 5 വർഷത്തെ കരിയർ എടുത്തു കഴിഞ്ഞാൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇംപ്രൂവ്മെന്റ് IPL ചിലപ്പോൾ ഇതായിരിക്കും. കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ IPL 28ാമത്തെ IPL തുടങ്ങണം. അതിന് മുമ്പേ ഞാൻ പറയാം, വൺ ഓഫ് ദ മോസ്റ്റ് ചലഞ്ചിങ് ആൻഡ് ഇംപ്രൂവ്മെന്റ് ഇൻ സഞ്ജു സാംസന്റെ IPL ഇതായിരുന്നു. ഞാൻ പറയുന്നത് കാര്യം തന്നെ എനിക്കറിയാൻ പറ്റും. കാര്യം ചെന്നൈ സൂപ്പർ കിങ്സിലോട്ട് വരണ എല്ലാ പ്ലേയേഴ്സും അവരവരായിട്ട്
ഇമ്പ്രൂവ്മെന്റ് കാണിക്കുന്നത് അതേപോലെ ഇമ്പ്രൂവ്മെന്റ് സഞ്ജു സാംസൺ കാണിക്കും. 100% ഉറപ്പാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ. പിന്നെ തീർച്ചയായും അത് കാണിക്കും, അതങ്ങനെയാണ്. എന്തായാലും ചേട്ടൻ ചെന്നൈയിലെത്തിയിട്ടുണ്ട്, പരിശീലനമൊക്കെ തുടർന്നു. ധോണി ബയ്യരൊക്കെ വന്നു, ധോണി ബയ്യര കൂടെ പരിശീലനത്തിലുണ്ട്. എന്തായാലും ഋതുരാജ് ഗെയ്ക്വാദിന്റെ ക്യാപ്റ്റൻസിയിൽ എന്തായാലും സഞ്ജു സാംസൺ നല്ല രീതിയിൽ പരിഗണിക്കും. സഞ്ജു സാംസൺ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ വൃത്തിയും വെടുപ്പായി ചെയ്യും എന്നുള്ള 100% ഉറപ്പുണ്ട് എനിക്ക്. കാര്യം എന്ന് പറഞ്ഞാൽ ഋതുരാജ് ഗെയ്ക്വാദിന് ഒണ്ടേ ക്യാപ്പ് കൊടുത്ത ഒണ്ടേ ക്യാപ്പ് കൈമാറിയത് സഞ്ജു സാംസൺ ആണ്. അത് മാത്രമല്ല, സഞ്ജു സാംസണും ഋതുരാജ് ഗെയ്ക്വാദ് നല്ലൊരു ടേംസിലാണ്. എന്തായാലും 100% ഉറപ്പാണ് ഈ ടീം. എന്തോ ഒരു എന്റെ മനസ്സ് പറയുന്നത്, ഗട്ട്സ് ഫീലിംഗ് പറയുന്നത്, മനസ്സ് പറയുന്നുണ്ട് ഈ ടീം ഈ വർഷം കപ്പടിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ ചെന്നൈ സൂപ്പർ കിങ്സ് 5 കപ്പടിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഈ വർഷം അടിക്കുന്ന കപ്പിലൊരു വല്ലാത്തൊരു സുഖമുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് സുഖമുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ സഞ്ജു സാംസൺ അടിപൊളിയുണ്ട്, ഞങ്ങളെ സഞ്ജു സാംസൺ അടിപൊളിയുണ്ട്. അതുകൊണ്ടൊരു പ്രത്യേക ഒരു സുഖമുണ്ട്. എന്തായാലും തീർച്ചയായിട്ടും ഇതൊരു വല്ലാത്തൊരു മാച്ചായിരിക്കും എന്നാണ് തീർച്ചയായിട്ടും. വല്ലാത്തൊരു IPL മാച്ചായിരിക്കും, വല്ലാത്തൊരു IPL മാച്ചായിരിക്കും. എന്തായാലും തീർച്ചയായിട്ടും ഇതൊരു എന്നുവെച്ചാൽ സഞ്ജു സാംസൺ ഇനിയുള്ള ഒരു 5 വർഷത്തേക്കുള്ള ഒരു 5 വർഷത്തേക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് പുള്ളി. എന്നാലും ഇനിയൊരു 5 വർഷം ഇന്റർനാഷണൽ ക്രിക്കറ്റിനുള്ള ഒരു വരവും കൂടി, രണ്ടാമതൊരു വരവ്, റീ എൻട്രി എന്ന് പറയില്ലേ, റീ എൻട്രി, ഐ എം ബാക്ക് എന്ന് പറയില്ല, അതേപോലെ റീ എൻട്രി ആയിരിക്കും ഈ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കൂടെയുള്ള വരവ്. എന്തായാലും സൂപ്പർ ആയിരിക്കും. എന്നാൽ 100% ഉറപ്പാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ, 100% ഉറപ്പാണ് സഞ്ജു സാംസന്റെ ഫോം അങ്ങനെ തുടർന്ന് പോകും. എന്തായാലും എന്തെങ്കിലും ഇമ്പാക്ട് ഉണ്ടാക്കിയെടുക്കും. ചെന്നൈ സൂപ്പർ കിങ്സിൽ പറഞ്ഞ എല്ലാവരും എന്തെങ്കിലും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയെടുക്കും. അത് 100% ഉറപ്പാണ്. നിങ്ങൾ പ്രീവിയസ് മാച്ചിലോ പ്രീവിയസ് IPL-ലോ എന്തെങ്കിലും നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി, വേറെ ടീമിൽ നിന്ന് കളിച്ച് ചെന്നൈ സൂപ്പർ കിങ്സിലോട്ട് വന്നവരെല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അതിന് ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. റോബിൻ ഉത്തപ്പ, അജിങ്ക്യ രഹാനെ, ശിവൻ ഡുംബെ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഞാൻ ഒരുപാട് പേരെ പറഞ്ഞ വീഡിയോ ലെങ്ത് ആകണ്ടെന്ന് പറഞ്ഞിട്ടാണ്. എന്തായാലും നിങ്ങൾ തീർച്ചയായും കണ്ടോ, ഇതൊരു വൻ വരവേൽപ്പാണ് സഞ്ജു സാംസൺ. തീർച്ചയായും സഞ്ജു സാംസൺ ഇതൊരു അടുത്തൊരു പടി കൂടിയാണ്. എന്തായാലും വൻ വരവേൽപ്പായിരിക്കും പ്രിയപ്പെട്ട സഞ്ജു സാംസൺ. എന്തായാലും നല്ലത് നടക്കട്ടെ, നല്ലത് മാത്രം നടക്കട്ടെ. എന്തായാലും 28-ാം തീയതി നമ്മളെ മാച്ച് എനിക്ക് തോന്നുന്നത് 30-ാം തീയതി ആണെന്ന്, രാജസ്ഥാൻ റോയൽസും ചെന്നൈ സൂപ്പർ കിങ്സ്. അത് വല്ലാത്ത മാച്ചാണ് കേട്ടോ. രാജസ്ഥാന് എതിരായിട്ട് സഞ്ജു സാംസൺ ബാറ്റ് ചെയ്യുന്നത് അത് നമുക്കൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. ഇന്നിരുന്നാൽ പോലും അത് നമുക്ക് ഒരു വല്ലാതെ, അത് സഞ്ജു സാംസൺ തന്നെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇന്നുവരെ അങ്ങനെ ചെയ്തിട്ടില്ല, രാജസ്ഥാനെതിരായിട്ട് ബാറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ഈ വന്ന 30-ാം തീയതി അതിനാണ്. പക്ഷെ ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ പുള്ളി അതൊന്നും നോക്കാറില്ല. നോ സോഫ്റ്റ് കോർണേഴ്സ്, നോ ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ ഒന്നുമില്ല. ഓൺലി പുള്ളിയുടെ പ്യുവർ ബാറ്റിംഗ് ആണ്. എന്തായാലും നല്ലത് മാത്രം നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഭ്രാന്തന്റെ പുതിയൊരു വീഡിയോ ആയിട്ട് ഭ്രാന്തൻ വരികയാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ. ബൈ ഫ്രം ഭ്രാന്തൻ.